നമസ്കാരം. നരേന്ദ്രമോദി സർക്കാർ BJP ഇതര സംസ്ഥാനങ്ങളെ, പ്രത്യേകിച്ചും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ സാമ്പത്തിക ഉപരോധ സമാനമായ നടപടികൾ കൊണ്ട് പീഡിപ്പിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. സാമ്പത്തിക ഭീകരത എന്നാണ് തോമസ് ഐസക്കിനെ പോലുള്ളവർ അതിനെ വിളിച്ചിരുന്നത്. കേരളമാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഇര. കേരളത്തോട് കാണിക്കുന്ന ഈ അനീതിക്കെതിരെ സുപ്രീം കോടതി വരെ പോയിരുന്നു. സുപ്രീം കോടതി ഒടുക്കം അത് ഭരണഘടനാ ബെഞ്ചിന് വിട്ടിരിക്കുകയാണ്. ഭരണഘടനാ ബെഞ്ച് ഏത് കാലത്ത് എപ്പോഴെടുക്കും, അപ്പോഴേക്കും കേരളം മുടിഞ്ഞു പോകട്ടെ എന്നാണോ എന്നറിയില്ല. നീതി പലപ്പോഴും ലഭ്യമാകേണ്ട സമയത്തല്ല ലഭ്യമാവുക. ലഭ്യമാക്കുന്നത് എങ്ങനെയായിരിക്കും? ഇന്നിങ്ങനെ ചിന്തിക്കാൻ റീഡേഴ്സ് അഡ്വക്കേറ്റിലെ പത്രവാർത്തയുടെ ഭാഗമായി ആദ്യം പ്രവേശിക്കുന്ന വാർത്തയാണ് കാരണമായത്. നമുക്ക് റീഡേഴ്സ് അഡ്വക്കേറ്റിലെ വാർത്തകളിലേക്ക് വിശദമായി കടക്കാം. എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ പത്രങ്ങളിലെ ഒരു പ്രധാനപ്പെട്ട വാർത്ത, ഇന്നലെ പലരും അറിഞ്ഞ വാർത്തയാണ്. വിചിത്രമായൊരു സുപ്രീം കോടതി ഉത്തരവിനെ കുറിച്ചാണ്. കേരളത്തിൽ 1 കിലോമീറ്ററിൽ ഒരു സ്കൂൾ വെച്ച് പണിയണം എന്ന് സുപ്രീം കോടതി കേരള സർക്കാരിനോട് പറഞ്ഞിരിക്കുകയാണ്. എങ്ങനെയാ 1 കിലോമീറ്ററിൽ ഒരു സർക്കാർ സ്കൂൾ പണിയണമെന്ന്? 1 കിലോമീറ്ററിനുള്ളിൽ ഒരു LP സ്കൂൾ, ഗവൺമെൻറ് LP സ്കൂൾ നിർബന്ധമാണത്രേ. സുപ്രീം കോടതി ഇത് പറയുമ്പം ഇന്ത്യയിൽ ഏതൊക്കെ സംസ്ഥാനത്ത് എങ്ങനെയൊക്കെയാണ് സ്കൂളുകൾ പ്രവർത്തിക്കുന്നത് എന്നതിൻ്റെ നേർചിത്രം നമ്മുടെ കയ്യിലുണ്ട്. പക്ഷേ കേരളത്തിൽ അതുപോലെ. കേരളത്തിൽ ഓരോ കിലോമീറ്ററിലും ഒരു സ്കൂൾ വേണം എന്ന വിചിത്രമായ സുപ്രീം കോടതി ഉത്തരവിൻ്റെ ആ ഒരു പെരുപ്പിലിരിക്കുകയാണ് ഞാൻ. ആ ഉത്തരവ് ഇട്ടത് ചീഫ് ജസ്റ്റിസായി സൂര്യകാന്ത് മിശ്ര ചുമതലയേറ്റതിൻ്റെ ആദ്യത്തെ വിധികളിൽ ഒന്നായിട്ടാണ് വരുന്നത്. ഈ സാഹചര്യത്തിൽ കേരളത്തിലെ പത്രങ്ങൾ അതിനെ പല രീതിയിൽ അവർ സ്തംഭിച്ചു പോയി എന്ന് തോന്നുന്നു. എങ്ങനെയാണ് സമീപിക്കേണ്ടത് എന്ന് മനസ്സിലാക്കാതെ. കാരണം ഒരു സ്കൂള് വെച്ച് പണിയണം എന്ന് പറയുമ്പം വിദ്യാഭ്യാസം എല്ലാവർക്കും എത്തിക്കണം എന്നുള്ള ഒരു നല്ല ചിന്ത അതിൻ്റെ ഉള്ളിൽ ഉൾച്ചേർത്തിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് ഈ ഒരു സ്കൂൾ വെച്ച് പണിയണം എന്ന വിചിത്രമായ ഉത്തരവിനെ എങ്ങനെ സമീപിക്കണമെന്ന്, അതായത് അതിൻ്റെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചാൽ ഈ വിദ്യാഭ്യാസം വേണമെന്നതിനെതിരായി പോകുമോ എന്നുള്ള ആശങ്ക ഈ വാർത്ത സമീപിക്കുന്ന പത്രങ്ങൾക്കുണ്ട് എന്നാണ് തോന്നുന്നത്. എന്തായാലും ഈ 1 കിലോമീറ്ററിൽ ഒരു LP സ്കൂൾ വേണം, 3 കിലോമീറ്ററിൽ ഒരു UP സ്കൂളും വേണം എന്ന സുപ്രീം കോടതി ഉത്തരവ് പത്രങ്ങളൊക്കെ പ്രാധാന്യത്തോടെ വാർത്തയാക്കുന്നുണ്ട്. മിക്ക പത്രങ്ങളിലും ലീഡ് വാർത്ത സൂര്യകാന്ത് മിശ്രയുടെ ആദ്യ വിധികളിൽ ഒന്നായ ഈ ലീഡ് വാർത്ത തന്നെയാണ്. കേരളത്തോട് സുപ്രീം കോടതി സ്കൂൾ വേണം ഓരോ കിലോമീറ്ററിലും എന്ന് മാതൃഭൂമി ലീഡ് വാർത്ത നൽകുന്നുണ്ട്. പ്രൈമറി സ്കൂളുകൾ ഇല്ലാത്തിടത്ത് ഉടൻ തുടങ്ങണം. സംസ്ഥാന സർക്കാർ ഇതിൻ്റെ സാങ്കേതിക ബുദ്ധിമുട്ട് അവിടെ അവതരിപ്പിച്ചു. യഥാർത്ഥത്തിൽ കേരളത്തിൽ സർക്കാർ സ്കൂളുകൾ നിലവിൽ ലഭ്യമായ ഇടങ്ങളിലുണ്ട്. ചിലയിടങ്ങളിലൊക്കെ ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ ഒരു ഏലമ്പ്ര കേസുമായി ബന്ധപ്പെട്ട് അവിടെ സ്കൂൾ വേണം എന്നുള്ള ആവശ്യവുമായി ബന്ധപ്പെട്ട് കോടതിയിൽ പോയതാണ്. അപ്പം ഉടനെ കേരളത്തിന് മൊത്തം ബാധകമായ ഒരു വിധി സുപ്രീം കോടതി ഉത്തരവിട്ടതാണ്. പലയിടത്തും മാത്രമല്ല, നമ്മളെടുത്ത് പ്രൈവറ്റ് മേഖലയിലും നല്ല സ്കൂളുകളുള്ള സംസ്ഥാനമാണ് നമ്മുടേത്. അവിടെയാണ് സംസ്ഥാന സർക്കാരിന് 1 കിലോമീറ്ററിൽ ഒരു സ്കൂൾ വേണം, അതായത് 2 ബസ് സ്റ്റോപ്പിനിടയിൽ ഒരു സ്കൂൾ വേണം എന്ന്. ചില ബസ് സ്റ്റോപ്പുകൾ ദൂരാണല്ലോ. 1 കിലോമീറ്ററിൽ കൂടിയ ബസ് സ്റ്റോപ്പുകളുള്ള സ്ഥലമാണ് കേരളം. കേരളത്തിൻ്റെ സാമൂഹ്യ ഭൂമിശാസ്ത്ര സാഹചര്യം പോലും മനസ്സിലാക്കാതെയുള്ള ഒരു വിധിയാണ്. എന്തായാലും മാതൃഭൂമി ലീഡാക്കുന്നുണ്ട് ഈ വിധി. വേണം സ്കൂൾ എന്ന തലക്കെട്ടിൽ മാധ്യമം വാർത്ത നൽകുന്നു. പഠനം പടിപ്പുറത്ത് വേണം എന്ന് സിറാജ് ലീഡാക്കുന്നു. പഠിപ്പിക്കും എന്ന് മെട്രോ വാർത്ത ലീഡ് നൽകുന്നു. കൂടുതൽ LP സ്കൂൾ തുടങ്ങൂ എന്ന് സംസ്ഥാന സർക്കാരിനോട് സുപ്രീം കോടതി എന്ന് മംഗളം ലീഡ് വാർത്ത നൽകുന്നു. എന്നാൽ മനോരമയിലെ വിചിത്രമായ, മനോരമ ഉൾപേജിലാണ് ഈ വാർത്ത നൽകിയത്. പ്രാഥമിക വിദ്യാലയങ്ങൾ ഉടൻ സജ്ജമാക്കണം എന്നാണ് മനോരമയുടെ തലക്കെട്ട്. എന്നാൽ ഈ വാർത്തക്കുള്ളിൽ വാർത്ത വായിക്കുമ്പോൾ തോന്നും കേരളത്തിൽ പലയിടത്തും സ്കൂളുകൾ മോശം സ്കൂളുകൾ ഇല്ലാത്തതാണ് കോടതി ഭയങ്കരമായി ആരോഗ്യകരമായി ഇടപെട്ടിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാവും. ആ വാർത്തയിൽ നിന്ന് പ്രധാനപ്പെട്ട 2 പോയിന്റുകൾ മുക്കിയിട്ടുണ്ട്. അതിലൊന്ന്, 1 കിലോമീറ്ററിൻ്റെ ദൂരപരിധി കാര്യം പറയുന്നില്ല എന്നുള്ളതാണ്. അതായത് 1 കിലോമീറ്റർ ഒരു LP സ്കൂൾ വേണമെന്നാണ് സുപ്രീം കോടതി വിധി. പക്ഷേ മനോരമ വാർത്തയിൽ അതില്ല. നിശ്ചിത ദൂരപരിധിയിൽ സ്കൂൾ വേണം എന്ന് ആണ് മനോരമ പ്രയോഗിച്ചിരിക്കുന്നത്. അതായത് നിശ്ചിത ദൂരപരിധിയിൽ. അപ്പോൾ അത് യുക്തിസഹമായ ദൂരപരിധി ആയിരിക്കും, നമ്മൾ തെറ്റിദ്ധരിച്ചോട്ടെ. അതുപോലും കേരളത്തിൽ പാലിക്കുന്നില്ല എന്ന് വ്യാഖ്യാനിക്കാനാണ് മനോരമ വാർത്ത ശ്രമിക്കുന്നത്. യഥാർത്ഥത്തിൽ വിചിത്രമാണ് സുപ്രീം കോടതിയുടെ ഈ കാഴ്ചപ്പാട്. 1 കിലോമീറ്റർ ഒരു സ്കൂൾ എന്ന് പറഞ്ഞാൽ ആലോചിച്ച് നോക്കൂ, കേരളത്തിലെ വ്യാസം എത്രയാണ്? അപ്പോൾ ഈ വ്യാസത്തിൽ ഓരോ കിലോമീറ്ററിൽ ഓരോ സ്കൂൾ ഉണ്ടാക്കുക എന്നുള്ളത് പലയിടത്തും പ്രായോഗികമല്ല. ചിലയിടത്തൊക്കെ 3 കിലോമീറ്ററിൽ UP സ്കൂൾ എന്നുള്ളത് നിലവിലുള്ളതുമാണ്. പലയിടത്തും അത് ഇല്ലെങ്കിലും നിലവിലുള്ളതുമാണ്. പക്ഷേ നമ്മൾ ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി സ്കൂളുകൾ എല്ലാ ഘട്ടത്തിലുമുള്ള സ്കൂൾ സ്ഥാപിച്ചുകൊണ്ടുള്ള ഒരു നിലയാണ് ഇവിടുത്തെ വിദ്യാഭ്യാസ മേഖലയിലുള്ളത്. എന്നാൽ 1 കിലോമീറ്ററിൽ ഒരു സ്കൂൾ വരുത്തുക എന്നുള്ള വിചിത്രമായ ഈ വാദത്തെ എങ്ങനെയാണ് അത് നീതിവൽക്കരിക്കുക എന്നുള്ളത് നേരത്തെ അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, ആവശ്യത്തിന് കോടതി കേരളത്തിന് വേണ്ടി ഇടപെടില്ല. എന്നാൽ ഇവിടെ ആഭ്യന്തരമായി മാക്സിമം പ്രഷർ നൽകുന്ന രീതിയിലേക്ക് കോടതിയും പോകുന്നു എന്നുള്ളതാണ്. ഭരണകൂടത്തിൻ്റെ ചിന്തകൾക്ക് ഉപയുക്തമായ രീതിയിൽ കോടതിയും പോകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇനി നമുക്ക് മറ്റ് വാർത്തകളിലേക്ക് കടക്കാം. ഇന്നത്തെ വാർത്തകളിലെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, നരേന്ദ്രമോദി അയോധ്യയിൽ കൊടിയുയർത്തിയതാണ്. പക്ഷേ മാധ്യമങ്ങളൊക്കെ അതിന് ആ നിലയിലുള്ള പരിഗണനയാണോ നൽകിയിട്ടുള്ളത് എന്നുള്ളത് സംശയമാണ്.
ഇന്ത്യൻ പാരമ്പര്യത്തെ തന്നെ നിഷേധിക്കുന്ന, ജനാധിപത്യ പാരമ്പര്യത്തെ തന്നെ നിഷേധിക്കുന്ന തരത്തിലുള്ള ഒരു നീക്കം കേന്ദ്ര സർക്കാരും പ്രധാനമന്ത്രിയും നടത്തുമ്പോൾ അതിനെ ആ നിലയിൽ വിമർശന വിധേയമാക്കുന്നില്ലെങ്കിൽ പോലും അതിന് ജനങ്ങൾ ഇത് തിരിച്ചറിയാവുന്ന രീതിയിലുള്ളൊരു ക്രമീകരണമെങ്കിലും നടത്തേണ്ടതായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മളത് സംബന്ധിച്ച് പ്രത്യേകമായൊരു വീഡിയോ ഇതിന് പിന്നാലെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ആ വീഡിയോയിൽ വിശദമായി സംസാരിക്കാം. എന്തായാലും വാർത്ത പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ചേർത്ത് വായിക്കേണ്ട ഒരു വാർത്തയിൽ നിന്നാണ് നമ്മൾ ഇത് തുടങ്ങുന്നത്. ക്രൈസ്തവ വിശ്വാസിയായ ലെഫ്റ്റനന്റിനെ പുറത്താക്കിയത് സുപ്രീം കോടതി ശരിവെച്ചു എന്നൊരു വാർത്ത ഇന്ന് ദേശാഭിമാനിയിലുണ്ട്. ഗുരുദ്വാരയിലും ക്ഷേത്രത്തിലും പ്രാർത്ഥിക്കുന്നത് തൻ്റെ വിശ്വാസത്തിന് നിരക്കുന്നതല്ല എന്ന് വാദിച്ചത് കോടതി തള്ളിയിട്ട് മൂപ്പരങ്ങ് പിരിച്ചുവിട്ടിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതിനോടാണ് ഞാൻ അടുത്തത് ചേർത്ത് വായിക്കുന്നത്. രാമക്ഷേത്രം പൂർണ്ണം പതാക ഉയർത്തി പ്രധാനമന്ത്രി എന്ന് മാതൃഭൂമി നല്ല പ്രാധാന്യത്തോടെ വാർത്ത കൊടുക്കുന്നുണ്ട്. അയോധ്യ ക്ഷേത്രത്തിൽ ധ്വജാരോഹണം നടത്തി പ്രധാനമന്ത്രി എന്ന് മനോരമ നൽകുന്നു. രാമധ്വജം ഉയർന്നു എന്ന് ജന്മഭൂമി ഫുൾ പേജ് വാർത്ത നൽകുന്നു. അയോധ്യയിൽ കാവിക്കൊടി ഉയർത്തി പ്രധാനമന്ത്രി എന്ന് ദേശാഭിമാനി റിപ്പോർട്ട് ചെയ്യുന്നു. അയോധ്യ മൈൽ സ്റ്റോൺ എന്ന ക്യാപ്ഷൻ നൽകിക്കൊണ്ട് ഹിന്ദു ഒന്നാം പേജിൽ ഈ ചിത്രം നൽകുന്നുണ്ട്. ഇതിൻ്റെ മാധ്യമ റിപ്പോർട്ടിങ്ങിലെ വിവേചനം നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ ഭരണഘടനയിൽ ഊന്നിയുള്ള രാഷ്ട്രത്തിൻ്റെ മതേതരത്വത്തിൽ ഊന്നിയുള്ള രാഷ്ട്രത്തിൻ്റെ നിലപാടിനെ ചോദ്യം ചെയ്യുന്ന പ്രധാനമന്ത്രിയും RSSഉം ആണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അതിനെ ആ നിലയിൽ വിലയിരുത്താൻ മാധ്യമങ്ങളൊന്നും തന്നെ തയ്യാറായിട്ടില്ല എന്നുള്ളത് ദുഃഖകരമായ സാഹചര്യം സൃഷ്ടിക്കുന്നു. ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതാണ്, രാമരാജ്യം സാധ്യമാക്കുന്ന പ്രഖ്യാപനങ്ങൾ നടത്തുമ്പോഴാണ് അപ്പുറത്ത് ക്രൈസ്തവ വിശ്വാസിയായ ഒരാൾ മറ്റൊരു വിശ്വാസം പാലിക്കണം എന്നുള്ള നിബന്ധന പാലിക്കാത്തതിനാൽ ലെഫ്റ്റനന്റിനെ പുറത്താക്കുന്ന സേന നടപടി വരുന്നത്. ഇനി മറ്റു ചില വാർത്തകളിലേക്കാണ്. നടിയെ ആക്രമിച്ച കേസിൽ 8 വിധി, ദിലീപിന് നിർണായകം എന്ന് കേരള കൗമുദി ലീഡ്. സ്ത്രീപക്ഷ കേസിൽ വിധി തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് തലേന്ന് എന്ന് മംഗളം. ഇതിനോട് ചേർത്ത് ഇത് എല്ലാവരും വിശകലന വാർത്തകളും ഒക്കെ നൽകുന്നുണ്ട്. ഇതിനോട് തന്നെ ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യമാണ് മറ്റൊരു പീഡന കേസ്. രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ഗർഭഛിദ്ര ആരോപണത്തിൻ്റെ ഏറ്റവും പുതിയ തെളിവുകൾ വന്നത് നമ്മൾ ഞെട്ടലോടെയാണ് കണ്ടത്. അദ്ദേഹം പക്ഷേ നേതൃത്വത്തെ തന്നെ വെല്ലുവിളിച്ചുകൊണ്ട് പാലക്കാട് പാർട്ടി പരിപാടികളിൽ സജീവമാവുകയാണ് എന്നുള്ള കാഴ്ച ഉണ്ട്. പക്ഷേ ആർക്കും മിണ്ടാട്ടമില്ല. രാഹുൽ മാങ്കൂട്ടമാണോ കോൺഗ്രസ് പാർട്ടി എന്ന് സംശയിക്കത്തക്ക വിധത്തിലാണ് കാര്യങ്ങൾ. ഇതിനിടെ രാഹുൽ മാങ്കൂട്ടത്തിന് നേരെ യൂത്ത് കോൺഗ്രസ് വനിതാ നേതാവ് രംഗത്തെത്തിയത് ജനയുഗം വാർത്ത നൽകുന്നുണ്ട്. പ്രാഥമിക അംഗത്വം റദ്ദാക്കണം സംസ്ഥാന ജനറൽ സെക്രട്ടറി സജ്ജന ബി സാജൻ പറഞ്ഞത് വാർത്ത നൽകുന്നു. ഈ സാഹചര്യത്തിൽ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിരവധി വാർത്തകളുണ്ട്. ദേശാഭിമാനി CPMൻ്റെ മുഖപത്രം അവരുടെ ആംഗിളിലുള്ള വിശകലനം നൽകുന്നത് ലീഡ് വാർത്തയായിട്ട് തന്നെയാണ്. പതറി UDF എന്നാണ് അവരുടെ തലക്കെട്ട്. വിമതപ്പട വർഗീയ ബന്ധം രാഹുൽ മാങ്കൂട്ടം പ്രശ്നങ്ങളെയാണ് അവർ ഉദ്ദേശിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമി കൂട്ടുകെട്ട് നാടിന് നാശം എന്ന UDFനെതിരെ ജനയുഗം CPIയുടെ മുഖപത്രം വാർത്ത നൽകുന്നു. അതേസമയം കോൺഗ്രസ് കേന്ദ്രീകരിക്കുന്നത് ശബരിമല സ്വർണ്ണമോഷണ കേസിലാണ്. പത്മകുമാറിനെതിരെ CPM നടപടി കുറ്റപത്രം സമർപ്പിച്ച ശേഷം എന്ന് മനോരമ CPMൻ്റെ നിലപാട് വിശകലനം ചെയ്തുകൊണ്ട് വാർത്ത നൽകുന്നുണ്ട്. അതേസമയം വീക്ഷണം ലീഡ് നൽകുന്നത് നടപടി എടുക്കാത്തത് വാ തുറക്കുമെന്ന പേടി കൊണ്ട് കൈവിടാതെ CPM എന്ന തലക്കെട്ടോടെയാണ്. ചന്ദ്രിക പത്മകുമാറിനെ സംരക്ഷിച്ച് CPM എന്ന് വാർത്ത ലീഡ് നൽകുന്നു. അതേസമയം മനോരമയുടെ ഇന്നത്തെ ഒരു ലീഡുണ്ട്. തൊഴിൽ നിയമങ്ങൾ വലിയ പ്രതിഷേധമുണ്ടാക്കുന്ന കേന്ദ്രത്തിന് തൊഴിൽ നിയമം വരുന്നുണ്ട്. അതിനിടെ കേരളത്തിൽ അതിലെ ഒരു കോഡ് നടപ്പാക്കാൻ ഇറങ്ങി എന്ന് മനോരമ ലീഡ് നൽകുന്നു. രഹസ്യ കോഡ് മനോരമ തലക്കെട്ട് നൽകുന്നു. തൊഴിൽ വകുപ്പ് വിജ്ഞാപനം ഇറങ്ങി എന്നാണ് മനോരമയുടെ വാർത്ത. പോലീസിനെ ബോംബെറിഞ്ഞ കേസിൽ CPM സ്ഥാനാർത്ഥിക്ക് 20 വർഷം തടവ് എന്ന് പത്രങ്ങൾ വാർത്ത നൽകുന്നു. മാതൃഭൂമി ഒന്നാം പേജിൽ തന്നെ പയ്യന്നൂരിലെ സ്ഥാനാർത്ഥിക്കെതിരായ വിധി സംബന്ധിച്ച് വാർത്ത നൽകുന്നു. ഇത്രയുമാണ് പ്രധാനമായി സൂചിപ്പിക്കേണ്ട ഇന്നത്തെ വാർത്തകൾ. ഇന്നത്തെ റീഡേഴ്സ് ഡോക്കറ്റ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നാളെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.